വാഹനപ്രിയരായ ആരുടെയും സ്വപ്നമായിരിക്കും ഈ സ്ഥലം ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള ഒളിമ്പിയ പാർക്കിലെ BMW മ്യൂസിയവും BMW റാമ്പും ഞങ്ങൾ വിസിറ്റ് ചെയ്തതിൻ്റെ കാഴ്ചകളാണ്. വേൾഡ് വാർ ടൈം മുതൽ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നു. എല്ലാം വിശദമായി എഴുതി വച്ചിട്ടുമുണ്ട്. റോക്കിക്കുട്ടനും പ്രണവുകുട്ടനും ആതിരമോളും വളരെ ത്രില്ലിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിക്കും തിരക്കും വണ്ടിയുടെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരുടേതാണ്. കൂടുതലും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഉള്ള ആൾക്കാർ. ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള കാറുകൾ നോക്കി നടക്കുന്നു. ചില കാറുകളിൽ കയറിയിരുന്ന് നമുക്കതിൻ്റെ ഉള്ള് ഒക്കെ കാണാനുള്ള സൗകര്യവുമുണ്ട്. ഇത് ഫ്ലൈറ്റിൻ്റെ എൻജിൻ ഡിസ്പ്ലേ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അത്ഭുതത്തോടെ ആൾക്കാർ അതെല്ലാം കണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ വേറെ ഒരു സെക്ഷനിലെത്തിയപ്പോൾ ഞങ്ങളുടെ കണ്ണും മനസ്സും ഒരിടത്ത് ഉടക്കി. അവിടെ BMW കമ്പനി പറ്റിയിട്ടുള്ള തെറ്റിന് ലോകത്തോട് മുഴുവൻ മാപ്പപേക്ഷിച്ച് ഒരു ലെറ്റർ എഴുതി വച്ചിരിക്കുന്നു. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്: ഞങ്ങളുടെ പ്രശസ്തിക്കും പേരിനും എല്ലാം പുറകിൽ കൊച്ചു കുട്ടികളടക്കം ഒത്തിരി പേരുടെ കണ്ണീരും യാതനകളും ഉണ്ട്. അതായത് വേൾഡ് വാറിൻ്റെ സമയത്ത് നാസികൾ ക്രൂരമായി പീഡിപ്പിച്ച് ഭക്ഷണവും വേതനവും കൊടുക്കാതെ ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് ചെയ്യാനോ ബ്രീത് ചെയ്യാനോ സമ്മതിക്കാതെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് ബലമായി പണിയെടുപ്പിച്ച് ഉണ്ടാക്കിയതാണ് ഈ സാമ്രാജ്യം. കമ്പനിയുടെ ഫെയിമിൻ്റെ പിറകിൽ തളം കെട്ടിക്കിടക്കുന്ന ചോരയ്ക്കും കണ്ണീരിനും അവർ മാപ്പപേക്ഷിക്കുന്നു എന്ന്. ഇന്ന് നമ്മൾ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും ആസ്വദിക്കുന്ന സൗകര്യങ്ങളുടെയും ഗ്ലാമറിൻ്റെയും ബ്രാൻഡുകളുടെയും ഒക്കെ പിറകിൽ നമ്മൾക്ക് മുൻപ് കടന്നുപോയ ഒത്തിരി മനുഷ്യരുടെ കണ്ണീരും യാതനകളും ജീവനും ഉണ്ട്. പ്രശസ്തമായ എല്ലാ കമ്പനികളുടെയും വിജയത്തിൻ്റെ പിന്നിൽ നിസ്സഹായരായ ഒത്തിരി മനുഷ്യരുടെ കണ്ണീരിൻ്റെ വിലയുണ്ട്. അവരുടെ ബലിയർപ്പണമാണ് ഇന്നത്തെ നമ്മളുടെ സൗകര്യം എന്ന് മറക്കരുത്. റോൾസ് റോയ്സ് കമ്പനിയാണ് പ്രണവുകുട്ടന് ഇനിയുള്ള PhDക്ക് ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിന്ന് അപ്പനും മോനും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തതാണ്. വേൾഡ് വാറിൻ്റെ സമയം മുതൽ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ബൈക്കുകളും കാറുകളും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റോബോട്ട് ചെറുക്കൻ എൻ്റെ പുറകെ നടക്കുകയാണ്. അങ്ങനെ സ്വിച്ചിട്ട് അവനെ ഒരിടത്ത് നിർത്തി. ലോക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായത്തിലൂടെ നാളെ നമുക്ക് യാത്ര ചെയ്യാം.